കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദുവിന്റെ മകൾ നവമിയുടെ ആദ്യ ശസ്ത്രക്രിയ പൂർത്തിയായി. പരിക്കേറ്റ വയനാട് മീനങ്ങാടി സ്വദേശിനിയായ 11 വയസ്സുകാരിയും ആശുപത്രിയിൽ സുഖം പ്രാപിച്ചു വരുന്നു. അപകടത്തെക്കുറിച്ചുള്ള ജില്ലാ കളക്ടറുടെ അന്വേഷണവും തുടരുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ആശുപത്രി കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവിന്റെ മകൾ നവമി. നവമിയുടെ ആദ്യ ശസ്ത്രക്രിയ ഇന്നലെ നടന്നു. ന്യൂറോ സംബന്ധമായ അസുഖം ബാധിച്ച നവമി 2 ശസ്ത്രക്രിയകൾക്ക് വിധേയയാകേണ്ടതുണ്ട്. ഇതിൽ കഴുത്തിൽ നടത്തേണ്ട ആദ്യ ശസ്ത്രക്രിയയാണ് പൂർത്തിയാക്കിയത്. ഇനി നട്ടലിലും സർജറി ആവശ്യമാണ്. 3,40,000 രൂപ ചെലവ് വരുന്ന ശസ്ത്രക്രിയ പൂർണ്ണമായും സർക്കാർ ചെലവിലാണ് നടത്തുന്നത്. മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചാണ് ചികിത്സയുടെ ഏകോപനം. ജൂലൈ 1 ചികിത്സ തേടിയ നവമി അമ്മയോടൊപ്പം ആശുപത്രിയിൽ കഴിയുമ്പോഴാണ് ആശുപത്രി കെട്ടിടം പൊളിഞ്ഞു വീണ് അമ്മ ബിന്ദുവിന് ജീവൻ നഷ്ടമായത്. കെട്ടിടത്തിനിടയിൽ കുടുങ്ങി പരിക്കേറ്റ വയനാട് മീനങ്ങാടി സ്വദേശിനിയായ 11 വയസ്സുകാരി അലീനയും ആശുപത്രിയിൽ സുഖം പ്രാപിച്ചു വരുന്നു. അപകടത്തെക്കുറിച്ച് ജില്ലാ കളക്ടറുടെ അന്വേഷണം തുടരുകയാണ്. ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ജില്ലാ കളക്ടർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ബിന്ദുവിന്റെ കുടുംബത്തിന് നൽകേണ്ട ധനസഹായം സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ട് ജില്ലാ കളക്ടർ കൈമാറിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗം തീരുമാനം പ്രഖ്യാപിക്കും. ജനം, കോട്ടയം.